നമസ്കാരം, വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ്. ചെറുപയർ മസാല കറി. ചെറുപയറും ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യമായിട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു 4 ടേബിൾ സ്പൂണോ 1/4 കപ്പോ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6-7 വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി അടുത്തത് തക്കാളിയാണ്. 2 പഴുത്ത തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് പൊടികളുടെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെറുപയർ ചേർത്ത് കൊടുക്കാം. കൂടെ ഗ്രീൻ പീസും. ഞാനിവിടെ 1/4 കപ്പ് ഗ്രീൻ പീസും 1/2 കപ്പ് ചെറുപയറും വെവ്വേറെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ചെറുപയറും ഗ്രീൻ പീസും സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കറി അടച്ച് വെച്ച് കുറുക്കിയെടുക്കാം. ചെറുപയർ മസാലക്കറി റെഡിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളവും അതുപോലെ കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ട് കറി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിലെ വഴുതിനിങ്ങ മസാലക്കറി കാണാത്തവരുണ്ടെങ്കിൽ കാണണം, അതും കൂടെ ട്രൈ ചെയ്യണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്